ഹായ് ക്യൂട്ടീസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ ക്രോഷ കൊണ്ട് രണ്ട് കാര്യങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കും. ആദ്യമായിട്ട് നമ്മളൊരു സിമ്പിളായിട്ട് റോസ് ഉണ്ടാക്കാൻ പഠിക്കുകയാണ്. അപ്പോൾ ഞാനും എടുത്തു, എല്ലാവരും ഹുക്കും നീഡിലും ഒക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് നോട്ടാണ് ഉണ്ടാക്കുന്നത്. സ്പ്ലിറ്റ് നോട്ട് ഉണ്ടാക്കാൻ ഈസി ആയിട്ട് രീതി കണ്ടോ, ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ ഒത്തിരി യാണൊന്നും മേടിക്കേണ്ട. നിങ്ങൾ നേരത്തെ കണ്ട വീഡിയോ അതിനനുസരിച്ചുള്ള സ്റ്റിച്ചുകൾ നിങ്ങൾ പഠിച്ചു കാണുമല്ലോ. നമ്മൾ സ്പ്ലിറ്റ് നോട്ട് ഉണ്ടാക്കാനും ഡബിൾ ക്രോഷേ, സിംഗിൾ ക്രോഷേ. അപ്പം പഠിച്ചില്ലെങ്കിൽ ഒന്ന് പോയി കാണുക കേട്ടോ. പിന്നെ നമ്മളെടുത്ത ശേഷം നമ്മൾ 4 ചെയിൻ ഉണ്ടാക്കാനാണ് പോകുന്നത്. ചെയിൻ ഉണ്ടാക്കാനൊക്കെ ആദ്യം നമ്മളിന്ന് പ്രാക്ടീസ് ചെയ്താൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ അഥവാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എണ്ണാനെന്നെങ്കിൽ ആദ്യത്തെ ചെയിനിൽ തന്നെ നമ്മളൊരു സ്റ്റിച്ച് മാർക്ക് ഇടുക. ഇതിനിപ്പോൾ ഇട്ടില്ലെങ്കിലും സാരമില്ല, എന്നാലും ഞാൻ കാണിച്ചു തരുന്നുള്ളൂ. എപ്പോഴും നമ്മൾ ഒരു റൗണ്ട് തുടങ്ങുമ്പോഴും ലാസ്റ്റ് ആകുമ്പോഴും ഓരോ ചെയിൻ തുടങ്ങത്തില്ല നമ്മളൊരു പ്രൊജക്റ്റിൻ്റെ. അപ്പം നമ്മൾ ഒരു സ്റ്റിച്ച് മാർക്ക് ഇടുന്നല്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ നമ്മുടെ ചെയിൻ ഇട്ട് കൊടുക്കുകയാണ്. ചെയിൻ ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണി നോക്കുക, നമ്മൾ എണ്ണുന്നത് കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രൊജക്റ്റും തെറ്റായി പോകും. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിത് കാണുമ്പോൾ ഫസ്റ്റ് നമ്മുടെ ചെയിനില്ലേ, നമ്മളിപ്പോൾ ഓൾറെഡി അതിനകത്തൊരു സ്റ്റിച്ച് മാർക്ക് ഇട്ടില്ല, അതിനകത്തോട്ടാണ് നമ്മളിനി വർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് മാർക്ക് അഴിച്ചു മാറ്റണേ, ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടെന്നുള്ളൂ. ഇനി നമ്മൾ അതിനകത്തോട്ട് ഡബിൾ ക്രോഷേ ചെയ്യുന്ന, നമ്മൾ യാൻ ഓവർ ചെയ്യുന്നു. ഫസ്റ്റ് ആ ചെയിനകത്തോട്ട് ഇടുന്നു, വീണ്ടും ഞാനിങ്ങനെ അകത്തോട് വലിച്ചെടുത്ത ശേഷം നമ്മുടെ 3 ഈ നീഡിലിൻ്റെ മുകളിൽ 3 ത്രെഡ് കാണത്തില്ല, എന്നിട്ട് 2 എണ്ണത്തിലൂടെ വലിച്ചെടുക്കുന്നു. വീണ്ടും യാൻ ഓവർ ചെയ്യുന്നു, ബാക്കി 2 എണ്ണത്തിലൂടെ വലിച്ചെടുക്കുന്നു. ആ ലൂപ്പിലൂടെ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഇത്ര ആയതുകൊണ്ട് ഇതിന് ശേഷം നമ്മൾ വീണ്ടും 3 ചെയിൻ ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഡബിൾ ക്രോഷ് കണ്ടിട്ടില്ലെങ്കിൽ നേരത്തെ വീഡിയോ ഒന്ന് കാണണേ. അപ്പം 3 ചെയിൻ ഇടുക ചെയ്യുകയാണ്. 3 എണ്ണം ഇട്ട് കഴിയുമ്പോഴത്തെ ഇനി അടുത്ത വർക്ക് പോവാണ്. നമ്മൾ ചെയ്തപ്പോൾ എന്തുകൊണ്ട് അതിന് മുകളിൽ കണ്ട നമ്മുടെ 3 ചെയിൻ തുടങ്ങുന്നതിന് മുമ്പ് 2 ലൂപ്പ് പോലെ ഇങ്ങനെ മുകളിൽ കാണും. അവിടോട്ടാണ് നമ്മൾ ടോപ്പ് ഓഫ് ദി സ്റ്റിച്ച് എന്ന് പറയുന്നത്. നമ്മൾ അവിടോട്ടാണ് നമ്മളിനി അടുത്ത വർക്ക് ചെയ്യുന്നത്. അതിനകത്തോട് നമ്മൾ ഇങ്ങനെ വലിച്ചെടുക്കുക. അതായത് നമ്മളൊരു ഈ സ്റ്റിച്ചിങ്ങിന് വലിച്ചെടുക്കത്തില്ലേ, നമ്മൾ ത്രെഡ് വലിച്ചെടുക്കുക. ഇനി നമ്മൾ അതിനെ അടുത്ത ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും അതിനകത്തോട് 3 ലൂപ്പിലൂടെ ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. വീണ്ടും നമ്മൾ ഡബിൾ ക്രോഷേ ഉണ്ടാക്കി കേട്ടോ, ഒരു ഡബിൾ ക്രോഷേ കൂടെ ഉണ്ടാക്കി. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടോ, 2 എണ്ണം നമ്മൾ പെറ്റൽസ് ആയി ഓൾറെഡി ഉണ്ടോ. വീണ്ടും നമ്മൾ ചെയിൻ ഇടുകയാണ്, 3 ചെയിൻ ഇടുന്നു, വീണ്ടും ഡബിൾ ക്രോഷേ ആ 3 മുകളിലത്തെ ലൂപ്പിലൂടെ ഇടുന്നുണ്ട്. നമ്മൾ 3 ചെയിൻ ഇട്ട് കഴിയുമ്പോൾ താഴോട്ട് വെക്കുമ്പോൾ ആ ലൂപ്പുണ്ട്, ലൂപ്പിനകത്തൂടെയാണ് നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യുന്നത്. അപ്പോൾ യാൻ ഓവർ ചെയ്ത ശേഷം നമ്മൾ ആ ലൂപ്പിനകത്തൂടെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും ഡബിൾ ക്രോഷേ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഡബിൾ ക്രോഷേ ചെയ്യാൻ അറിയാമല്ലോ. ആ ലൂപ്പിനകത്തൂടെ ആദ്യം 2 എണ്ണത്തിലൂടെ വലിച്ചെടുക്കുക, വീണ്ടും യാൻ ഓവർ, വീണ്ടും ബാക്കി 2 എണ്ണത്തോടെ വലിച്ചെടുക്കുക. അപ്പം നമ്മുടെ ഇങ്ങനെ ഒരു പെറ്റലിൻ്റെ ഷേപ്പ് പോലെ ഉണ്ടാകുവാണ്. അത് നമ്മൾ ലൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാ പ്രാവശ്യവും. ഞാൻ ഒന്നുകൂടെ പറയാം. 3 ചെയിൻ ഇടുന്നു, 3 ചെയിൻ ഇട്ട ശേഷം താഴോട്ട് നോക്കുമ്പോൾ നേരത്തെ ചെയ്തതിൻ്റെ മുകളിലത്തെ 2 ഇതുണ്ട്, ഇങ്ങനത്തെ ലൂപ്പ് പോലെ 2 എണ്ണത്തും ഉണ്ടായിരിക്കും. അതിനകത്തൂടെയാണ് നമ്മൾ യാൻ ഓവർ ചെയ്ത് എടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ യാൻ ഓവർ ചെയ്തിട്ടാണ് നമ്മൾ ഡബിൾ ക്രോഷേ ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞെന്നുള്ളൂ. അപ്പം നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്നത് യാൻ ഓവർ, അകത്തൂടെ എടുക്കുന്നു, വീണ്ടും യാൻ ഓവർ, അങ്ങനെ എടുക്കുക. അപ്പം നമ്മൾ 3-4 എണ്ണം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേന് നമുക്ക് 10 ലൂപ്പ് ഉണ്ടാക്കണം. 10 ലൂപ്പ് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേന് അപ്പം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ എക്സ്ട്രാ 2 ചെയിൻ ഇടുന്നുണ്ട്. 2 ചെയിൻ ഇട്ട ശേഷം ഇനി നമ്മൾ നേരത്തെ പുറകിൽ ഉണ്ടാക്കിയിട്ടില്ലേ, ഇങ്ങനെ പെറ്റൽ പോലെ ഇല്ലേ, അതിനകത്തോടെ ചെയിൻ സ്റ്റിച്ച് 2 ചെയിൻ ഉണ്ടാക്കിയ ശേഷമില്ലേ നമ്മൾ വീണ്ടും യാൻ ഓവർ ചെയ്യുന്നു. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഓൾറെഡി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ 2 ചെയിൻ ഇട്ട ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആ ഫസ്റ്റ് ലൂപ്പിനകത്തോട്ട് നമ്മൾ 7 ഡബിൾ ക്രോഷേ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഡബിൾ ക്രോഷേ ഉണ്ടാക്കാൻ അറിയാമല്ലോ. യാൻ ഓവർ ചെയ്യുന്നു, യാൻ ഓവർ ചെയ്യുന്നു, അകത്തെ ആ ലൂപ്പിനകത്തോട്ട് ഇടുന്നു, പിന്നെ നമ്മൾ വലിച്ചെടുക്കുന്നു. അപ്പം 3 ചെയിൻ നമ്മൾ കാണാൻ പറ്റും. വീണ്ടും യാൻ ഓവർ ചെയ്ത് ആദ്യത്തെ 2 ലൂപ്പിനകത്തോട് കയറ്റുന്നു, വീണ്ടും യാൻ ഓവർ ചെയ്ത് ബാക്കി 2 എണ്ണത്തോട് കയറ്റുന്നു. അങ്ങനെ നമ്മൾ എണ്ണി നമ്മൾ ആ ഒരേ ഹോളിൽ തന്നെയാണ് നമ്മൾ ഈ ചെയ്യുന്ന എല്ലാ ഡബിൾ ക്രോഷയും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആണ് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്കൊരു പെറ്റൽ നമ്മൾ വലുതാക്കുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. എണ്ണി ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്കൊരു പെറ്റലിൻ്റെ ഷേപ്പിൽ അതിൻ്റെ വിഡ്ത്ത് കൂടി വന്നിട്ടുണ്ടായിരിക്കണ്ട. ഇപ്പം ഞാൻ ഒരേ ഹോൾ, ആ വലിയ ഹോളിനകത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് 7 എണ്ണം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണാം 7 നമ്മൾ ഫിനിഷ് ആക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ഹോള് പോലെ കാണും. ഇതുകൊണ്ട് ഈ ചെറിയൊരു ഹോള് പോലെ കാണും. ആ സ്പേസിനകത്തോട്ട് നമ്മൾ സിംഗിൾ ക്രോഷേ ഉണ്ടാക്കുകയാണ്. നമ്മൾ ഇതിനകത്തോടെ ഇടുക, അതിനകത്ത് എടുക്കുന്നു, വലിക്കുന്നു,
പിന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മൾ സിംഗിൾ ക്രോഷേ ഇടുന്നു കേട്ടോ. സിംഗിൾ ക്രോഷേ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഹോളിൻ്റെ ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തതിനകത്തോട്ട് വീണ്ടും ചെയ്യാൻ പോകും. അടുത്തതിനകത്തും സെയിം തന്നെ നമ്മൾ ചെയ്യണം. സെയിം നമ്മൾ ഡബിൾ ക്രോഷേ ഉണ്ടാക്കുകയാണ്. റിപ്പീറ്റ് ദ സെയിം പാറ്റേൺ. അതായത് 7 ഡബിൾ ക്രോഷേ ഒന്നത്തിനകത്ത് ഇടുന്നു, ഒരു ലൂപ്പിനകത്ത് ഇടുന്നു. പിന്നെ അത് കഴിഞ്ഞ് സ്മോൾ സ്പേസിനകത്തോട്ട് സിംഗിൾ ക്രോഷേ ഇടുന്നു. അങ്ങനെ എല്ലാ 8 ലൂപ്പും കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പെറ്റലിൻ്റെ ഏകദേശം ഇതുപോലെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വളഞ്ഞിരിക്കുന്ന പോലെ തോന്നും അല്ലേ? പക്ഷേ അങ്ങനെയാണ് നമ്മൾ പെറ്റൽ വരേണ്ടത് കേട്ടോ. ഇത് കഴിഞ്ഞ് ഇനി ലാസ്റ്റ് നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ കൊണ്ടുപോകുന്ന നമ്മൾ ഓൾറെഡി സ്റ്റിച്ച് മാർക്ക് ഇട്ട് അതിനകത്തോട്ട് നമ്മൾ ഇട്ട ശേഷം നമ്മൾ ലൂപ്പ് എടുത്ത് നമ്മളതിനെ നമ്മൾ ഇനി കട്ട് ചെയ്യാൻ യാനെ ഇപ്പോൾ ടൈറ്റ് ആക്കണ്ടേ. അപ്പം നമ്മൾ യാനെ ടൈറ്റാക്കാൻ പോവുകയാണ്. ഞാൻ ടൈറ്റാക്കി കഴിഞ്ഞ ശേഷം നമ്മൾ ഈ യാൺ കണ്ടിച്ച് കളയുക ചെയ്യുന്നത് കേട്ടോ. ഞാനിന്ന് മുള്ളിലെല്ലാം എഴുതി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണുകയും ചെയ്യും. പക്ഷേ ഞാനിങ്ങനെ വലിച്ചെടുത്ത് കഴിയുമ്പോൾ യാനത് ടൈറ്റാകും. ഇനി നമ്മൾ നമുക്കിത് ആവശ്യം നേരത്തെ എടുത്ത് കളയാൻ ഞാനിങ്ങനെ ഒന്ന് സ്റ്റിച്ച് മാർക്ക് വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വളഞ്ഞായിട്ട് ഇപ്പം നമ്മുടെ പെറ്റൽ എല്ലാ ഏകദേശം ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ആദ്യം എടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ലീഫാണ്. അപ്പോൾ ലീഫ് ഉണ്ടാക്കുമ്പോഴത്തേന് നമ്മൾ ആ ഫിനിഷ് ചെയ്ത ഭാഗത്തിൽ ആ ഹോളിനകത്തോട്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് ലീഫിൻ്റെ കളർ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ആ ത്രെഡ് അതിനകത്തോടെ വലിച്ച് നമ്മൾ ആദ്യം ഈ ത്രെഡിനെ സെക്യൂർ ആക്കുക. ഈ ത്രെഡിനെ ഇങ്ങനെ വലിച്ചെടുത്ത് നമുക്കതിനെ സെക്യൂർ ആക്കുക. ഒരു ചെയിനൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് സെക്യൂർ ആക്കി എടുക്കാം കേട്ടോ. സെക്യൂർ ആക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് ഇടണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണിക്കരുത്. ഈ ഹോളിനകത്തോട്ടാണ് നമ്മൾ ഇടാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഹോളിനകത്ത് ഇടുമ്പോഴത്തേനും നിങ്ങൾ ശ്രദ്ധിച്ചു പോകണം. ഇനി നമ്മളൊരു ചെയിൻ ഇട്ട് കൊടുക്കുകയായിരുന്നു. നമ്മൾ നേരത്തെ പോലെ നമ്മൾ സാധാരണത്തെ ഒരു ചെയിൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചെയിൻ ഇട്ട് കഴിയുമ്പോൾ ഇത് ടൈറ്റായിട്ടിരിക്കും. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നമ്മൾ ലീഫിൻ്റെ ചെയ്യാണ്. അപ്പോൾ നമ്മൾ വീണ്ടും 2 ചെയിനും കൂടെ ആഡ് ചെയ്യാണ്. ചെയിൻ ഇട്ട് അറിയാമല്ലോ, 2 ചെയിൻ ഇട്ട് കഴിഞ്ഞു. ഇനി ഈ 2 ചെയിൻ ഇപ്പം നൂലൊന്നും കണ്ടിച്ചില്ലെങ്കിലും സാരമില്ല, ലാസ്റ്റ് നമുക്ക് അതിനെ സെക്യൂർ ആക്കാണ്. ഇനി വീണ്ടും 3 ട്രിപ്പിൾ ക്രോഷേ സെയിം ഹോളിനകത്തോട്ട്. ട്രിപ്പിൾ ക്രോഷേ ഉണ്ടാക്കുന്ന അറിയാമല്ലോ, 2 പ്രാവശ്യം യാൻ ഓവർ ചെയ്യണം നീഡിലിനകത്തോട്ട്. ഒരു വട്ടമുള്ളൂ ഡബിൾ ക്രോഷയ്ക്കെങ്കിൽ ട്രിപ്പിൾ ക്രോഷയ്ക്ക് 2 പ്രാവശ്യം യാൻ ഓവർ ചെയ്ത് സെയിം അതിനകത്തോട്ട് ഹോളിനകത്ത് എടുക്കുന്നു. നമ്മൾ ആ ത്രെഡിനെ വലിച്ചെടുക്കുന്നു. ഇപ്പം നമ്മൾ കാണുന്നതിനകത്ത് നമ്മൾ ആദ്യത്തെ പോലെ തന്നെ സെയിം തന്നെ ആദ്യത്തെ യാൻ ഓവർ ചെയ്ത് 2 എണ്ണത്തിനകത്തൂടെ കയറ്റുന്നു. പിന്നെ യാൻ ഓവർ ചെയ്യുന്നു കേട്ടോ. ബാക്കി 2 എണ്ണത്തിനകത്തുനിന്ന് കയറ്റുന്നു. പിന്നെ യാൻ ഓവർ ചെയ്ത് ബാക്കിയത്തെ കയറ്റുന്നു. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഓരോ പ്രാവശ്യം 2 എണ്ണം നമ്മൾ ആ നീഡിൽ കാണും. അതിനകത്തൂടെ യാൻ ഓവർ ചെയ്ത് കയറ്റുമോ അത്ര ഒരു ട്രിപ്പിൾ ക്രോഷയ്ക്കകത്ത്. അപ്പം നമ്മുടെ ഫസ്റ്റ് ട്രിപ്പിൾ ക്രോഷ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ട്രിപ്പിൾ ക്രോഷ ബാക്കി ട്രിപ്പിൾ ക്രോഷയും കൂടെ 3 എണ്ണം ടോട്ടൽ ഉണ്ടാക്കണം. അതോട് ബാക്കി 2 എണ്ണം കൂടെ സെയിം ആ ഹോളിനകത്ത് തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ കേട്ടോ. അപ്പം ഹോള് മാറിപ്പോലെ. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരെണ്ണം ചെയ്യുമ്പോൾ തന്നെ ആ ഹോൾ ഇച്ചിരി വലുതായ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ 3 എണ്ണം കഴിയുമ്പോൾ നമ്മുടെ ലീഫിൻ്റെ പകുതി ഭാഗം റെഡി ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യുക. ഞാൻ മുകളിൽ എഴുതി കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപഠിച്ചോട്ടെന്ന് വെച്ചുകൊണ്ടാണ് അതിനകത്ത് എഴുതി കാണിക്കുന്നത്. അപ്പോൾ 3 എണ്ണം ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇനി നമ്മൾ ചെയിൻ 3 വീണ്ടും ഉണ്ടാക്കും കേട്ടോ. 3 ചെയിൻ 3 ഉണ്ടാക്കിയ ശേഷം നമ്മൾ ഇനി അടിയിലോട്ട് അടുത്ത ഹോളിനകത്തോട്ട് നമ്മൾ പോയി അതിനെ സ്പ്ലിറ്റ് സ്റ്റിച്ച് എന്നറിയാമല്ലോ നിങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ കാണിക്കുമ്പോൾ ശ്രദ്ധിച്ചോ, ആ ഹോൾ കണ്ടോണം അതിൻ്റെ അകത്തോട്ട് നമ്മൾ കയറ്റാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ആ സ്പേസ് കണ്ടോണം എവിടെയാണെന്ന് കേട്ടോ. സ്പ്ലിറ്റ് സ്റ്റിച്ച് കണ്ടില്ലേ, നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതുപോലെ തന്നെ ഇതിനകത്തൂടെ ഇങ്ങനെ വലിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. വലിച്ചെടുത്ത ശേഷം പിന്നെ നമ്മൾ വീണ്ടും യാൻ ഓവർ ചെയ്യത്തില്ല കേട്ടോ. യാൻ ഓവർ ചെയ്ത് നമ്മൾ വേറെ സിംഗിൾ ക്രോഷേ ആയപ്പം യാൻ ഓവർ ചെയ്യാതെ മറ്റേ ഹോളിനകത്തൂടെ 2 ലൂപ്പ് എടുത്തു കഴിയുമ്പോൾ ഇനി 3 വീണ്ടും ട്രിപ്പിൾ ക്രോഷേ വീണ്ടും നമുക്ക് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ട്രിപ്പിൾ ക്രോഷേ ഉണ്ടാക്കുവാണ്. വീണ്ടും നമ്മൾ ട്രിപ്പിൾ ക്രോഷേ അതിനകത്തോട് കയറുന്നത് നിങ്ങൾ കണ്ടോ. നിങ്ങൾക്ക് ട്രിപ്പിൾ ക്രോഷേ ഉണ്ടാക്കാൻ പഠിച്ചു കാണുമ്പോൾ നമുക്ക് ഈസി ചെയ്തൊക്കെ കേട്ടോ, ചെയ്യാൻ ഈസിയാണ്. അപ്പോൾ ട്രിപ്പിൾ ക്രോഷേ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഈ ഹോള് മാറിപ്പോകാതിരിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വലിച്ചെടുക്കുമ്പോൾ നമ്മൾ ആദ്യം പ്രാക്ടീസ് ഇല്ലായിരിക്കും, പക്ഷേ പിന്നെ നമുക്ക് പ്രാക്ടീസ് ആകും കേട്ടോ. അപ്പോൾ ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ നമുക്ക് തന്നെ മനസ്സിലാവും നമുക്ക് ഏതിനകത്തൂടെ കയറ്റണം എന്നുള്ളത് കേട്ടോ. പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ യാൻ ഓവർ ചെയ്യുന്നതിൻ്റെ സ്റ്റാർട്ടിങ് ശ്രദ്ധിച്ചു. നമ്മൾ ഏകദേശം ഫസ്റ്റ് ലീഫ് ഫിനിഷ് ആക്കിയിട്ടുണ്ട്. ഇനി ചെയിൻ 2 ഉണ്ടാക്കിയ ശേഷം സ്പ്ലിറ്റ് സ്റ്റിച്ച് നമ്മളിടുവാണ് കേട്ടോ. സ്പ്ലിറ്റ് സ്റ്റിച്ച് ഇടുമ്പോഴാണ് നമ്മളെ ഒരെണ്ണം ഫിനിഷ് ആകുന്നത് കേട്ടോ. നമ്മളിങ്ങനെ ഹോളിനകത്തോട്ട് ഇടുക, നമ്മളതിനെ വലിച്ചെടുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ സ്പ്ലിറ്റ് സ്റ്റിച്ച് നേരത്തെ പറഞ്ഞില്ലായിരുന്നു നമ്മൾ വീണ്ടും യാൻ ഓവർ ചെയ്യാതെ തന്നെയാണ് മറ്റേ ആ ഹോളിനകത്തോട്ട് ലൂപ്പിനകത്തോട്ട് കയറ്റുമ്പോഴത്തേനും നമ്മൾ സ്പ്ലിറ്റ് സ്റ്റിച്ചായി. അപ്പോൾ സ്പ്ലിറ്റ് സ്റ്റിച്ചിലൂടെ അത് ടൈറ്റ് ആകുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഒരു ലീഫ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ അടുത്ത ലീഫ് ഉണ്ടാകും. നിങ്ങൾക്ക് എത്ര ലീഫ് വേണമെങ്കിലും ഉണ്ടാക്കാം. അടുത്ത ഹോളില്ലേ, ആ ലൂപ്പ് പോലത്തെ സാധനമില്ലേ നമ്മൾ നേരത്തെ പെറ്റലിൻ്റെ അകത്ത്, അതിനകത്തോട്ടാണ് സെക്കൻഡ് ലീഫ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ സ്പ്ലിറ്റ് സ്റ്റിച്ച് ഉണ്ടാക്കിയ ശേഷം നെക്സ്റ്റ് ഇതിനകത്തോട്ട് നമ്മൾ ചെയിൻ ഇട്ട് നമ്മൾ വീണ്ടും നേരത്തെ ചെയ്ത പോലെ ചെയിൻ നമ്മൾ ചെയിൻ ഇടുവാണ്.
കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ടൈറ്റ് ആക്കുന്നതാണ് ചെയ്യുന്നത്. നമ്മൾ ആ കട്ട് ഓഫ് ചെയ്തിട്ട് യാനിനെ നമ്മൾ വലിച്ച് മുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇതിനെ അസംബിൾ ചെയ്യണം. ഇതുപോലത്തെ ഈ നീഡിൽ കിട്ടും. ഇത് ഒരു ഷാർപ്പും ഇല്ലാത്ത ബ്ലണ്ട് ടൈപ്പ് നീഡിലാണ്. ഇതിന് നമ്മൾ ആ പെറ്റലിൻ്റെ ഷേപ്പ്, അതായത് നമ്മുടെ ഏതലിൻ്റെ ഷേപ്പുള്ള കളറിലെ ത്രെഡ് എടുക്കുക. ഇനി നമ്മളിനെ ആ ഫ്ലവറിനെ അസംബിൾ ചെയ്യുക. ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു ഫ്രോസിൻ്റെ ശേഷിൽ റൗണ്ട് ചുറ്റി കൊടുക്കുമ്പോൾ ഏകദേശം അതുപോലെ തന്നെ ആകും. നമ്മൾ വെക്കുമ്പോൾ അതുപോലെ അറേഞ്ച് ശേഷം അതിനെ തയ്ച്ചെടുക്കുക. തയ്ച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളതിനെ സെക്യൂർ ആക്കണ്ടേ. ഇപ്പം ലൂപ്പായിട്ടായി കിടക്കണമെങ്കിൽ നമ്മൾ ഫിക്സ് ആക്കണ്ടേ. ഇത് ഏറ്റവും അറ്റത്തുണ്ടെങ്കിൽ അതിൻ്റെ ലീഫ് കൂടെ വന്ന് നിങ്ങൾക്ക് എത്ര വലിപ്പമോ എത്ര ചെറുതുമൊക്കെ ചെയ്യാൻ പറ്റും ഇതിനകത്ത് കേട്ടോ. പിന്നെ നമ്മൾ നീഡിലിനെ അടിയിലൂടെ കയറ്റി നമ്മുടെ ആ നടുക്ക് ഹോള് കാണുമല്ലോ, ആ ഹോളിനകത്തോടെ മുന്നോട്ട് വലിച്ചെടുത്ത് പിന്നെ അതിനെ വീണ്ടും പുറകോട്ട് വലിച്ചെടുത്ത് അങ്ങനെ നമ്മൾ സാധാരണ തയ്ക്കുന്ന പോലെ തയ്ച്ച് അതിനെ ഒന്ന് സെക്യൂർ ആക്കുക ചെയ്യുന്നത്. അതോടെ കഴിയുമ്പോൾ നമ്മുടെ ഫ്ലവർ പെറ്റൽ, അതായത് റോസ് ഫ്ലവർ പെറ്റൽ റെഡിയാണ്. ഞാനും ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. സെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, നിങ്ങളും എന്നെപ്പോലെ പഠിച്ചെടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം. അപ്പോൾ വെക്കേഷൻ ആയി കഴിയുമ്പോൾ ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ പരിപാടികളാണ്. പിള്ളേരായാലും ആർക്കായാലും ഒന്ന് വെക്കേഷന് നമ്മൾ ടി വിയും മൊബൈലും ഒക്കെ കാണാതെ കാണണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കാണാം, അതിനകത്ത് നല്ല കാര്യമാണ്. പക്ഷേ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ടൊരു ആക്ടിവിറ്റി പഠിക്കുന്നതല്ലേ. അപ്പോൾ നമ്മുടെ ഇതിന് 2-3 പ്രാവശ്യം നിങ്ങൾക്ക് സെക്യൂർ ആക്കാൻ വേണ്ടി 2-3 പ്രാവശ്യം നിങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ തയ്ച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൂടെ വേണമെങ്കിൽ ഇതല്ലാതെ ഇതുപോലത്തെ കാര്യങ്ങൾ റോസ് ഫ്ലവർ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കീ ചെയിനായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കൊച്ചു പിള്ളേർക്ക് സ്ലൈഡിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അങ്ങനെയൊക്കെ എന്തെങ്കിലും ഹെയർ അക്സസറിയോ കീ ചെയിനോ അല്ലെങ്കിൽ ബാഗിൽ ഹാങ് ചെയ്യുന്നതായിട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഘടിപ്പിച്ച് നിങ്ങൾ നല്ല കളർ വെച്ച് നിങ്ങൾക്ക് ചെയ്യുക കേട്ടോ. ഞാനെ ബാക്കി വരുന്നത് പുറവശത്ത് നിങ്ങൾ കെട്ടി നിങ്ങൾ സെക്യൂർ ആക്കുക. അതിനുശേഷം മാത്രമേ ബാക്കി ഞാനൊക്കെ കണ്ടിച്ച് കളയാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ ഒന്നുകൂടെ അഴിച്ചൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇതിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റവും നല്ല രസം ഹെയർ അക്സസറിയിൽ യൂസ് ചെയ്യുന്ന കേട്ടോ. അപ്പം അടുത്തതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതാണ് നമ്മളൊരു ഒരു ഈസി ബോ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ വേറെ വെറൈറ്റി പോവുക. അതിനുവേണ്ടി നമുക്ക് 2 യാണാണ് വേണ്ടത്. അപ്പോൾ ഈ 2 യാണിനെ നിങ്ങൾ ഇച്ചിരി നീളത്തിൽ യാണെടുത്ത് ഹാഫായിട്ട് മടക്കുക. അപ്പോൾ 2 യാണ് വേണം, അതായത് ഡബിൾ യാണ് കൊണ്ടാണ് ചെയ്യുന്നത്, അറ്റം കൊണ്ടല്ല ചെയ്യുന്നത്. അപ്പം നീളത്തിൽ ഇത്ര ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ലോങ് ആയിട്ടെടുത്ത് മടക്കിയ ശേഷം നമ്മൾ ഇനി അവിടെ ആദ്യം തന്നെ ഒരു സ്പ്ലിറ്റ് നോട്ട് എടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്പ്ലിറ്റ് നോട്ട് എടുക്കാൻ അറിയാമല്ലോ, ഇങ്ങനെ വലിച്ചെടുക്കല്ലേ ചെയ്യില്ല കേട്ടോ. നമ്മൾ സ്പ്ലിറ്റ് നോട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഒന്ന് കഴിയുമ്പോൾ നമ്മൾ സ്പ്ലിറ്റ് നോട്ട് അടിയും. മറ്റ് രണ്ടും കൂടി കൂട്ടിപ്പിടിച്ചല്ല സ്പ്ലിറ്റ് നോട്ട്, ഒരെണ്ണം ഇങ്ങനെ എടുത്താണ് സ്പ്ലിറ്റ് നോട്ട് എടുക്കുന്നത്. ഈസി ബോവാണ്, ഒരു വെറൈറ്റി ബോയും കൂടെ കേട്ടോ. അതിനുശേഷം നമ്മൾ നീഡിൽ സെക്യൂർ ആക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് 2 യാൺ നിങ്ങൾക്ക് കാണാമോ കേട്ടോ. ഒരു വർക്കിംഗ് യാണും ഒരു ടെയിലുണ്ടോ. വർക്കിംഗ് യാണെന്ന് പറയുന്നത് നമ്മുടെ ഈ റൈറ്റ് സൈഡിലും ടെയിലുണ്ട് ലെഫ്റ്റ് സൈഡിലുണ്ട്. ഇവിടെയാണ് വർക്കിംഗ് യാണ് വെക്കുന്നത്, മറ്റേ സൈഡിൽ ടെയിലുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം, നമ്മുടെ നീഡിലും ആ ത്രെഡും കൂടെ പിടിക്കുക. ഇനി ഇതിനെ കണ്ടോ, നമ്മുടെ ടെയിലിൻ്റെ നീഡിൻ്റെ മുകളിൽ കൂടെ അത് പുറവശത്ത് ഇങ്ങനെ എടുത്ത് ഒന്നുകൂടെ കാണിച്ചു തരാൻ, എന്തായിട്ട് ഇങ്ങനെ എടുത്ത് മുന്നോട്ടിടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആ നീഡിൻ്റെ മുകളിൽ കൂടെ എടുത്ത് മുന്നോട്ട്, ഇപ്പോൾ പുറവശത്ത് കിടക്കുന്നത് ഇങ്ങനെ എടുത്ത് മുന്നിൽ കൂടെ ഇടുക. ഞാൻ സെക്യൂർ ചെയ്യുക. ഇനി നമ്മൾ വർക്കിംഗ് യാണ് എടുക്കുക. വർക്കിംഗ് യാണിനകത്തോട് നമ്മൾ ലൂപ്പ് വലിച്ചെടുക്കുക. അതുകൊണ്ട് ഇങ്ങനെ ഈ നമ്മുടെ ചെയിൻ വലിക്കുന്ന പോലെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഒരു ഇതെണ്ണം റെഡി ആയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യവും നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ നീഡിൻ്റെ മുകളിൽ കൂടെ ഇടുന്നു. റിപ്പീറ്റ് ചെയ്യാണ് നമ്മൾ അതിനകത്തൂടെ ഇതേണ്ട നമ്മളിങ്ങനെ ചെയിൻ എടുത്ത് ഈ ലൂപ്പിനകത്തൂടെ വലിച്ചെടുക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര യാണ് പെൻഡിങ് ഉണ്ടോ അത്രയും യാണിനകത്തോട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ 3 വെച്ച് ഇത് ഇച്ചിരി കട്ടിയുള്ള ഒരു സിമ്പിൾ ഈസി ബോ ഉണ്ടാക്കാമെന്ന് വെച്ചുകൊണ്ടാണ്. സാധാരണ ബോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഈ ബോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പം എത്ര നീളം വേണോ അത്രയും നീളത്തിൽ നിങ്ങൾ ഏകദേശം ഒന്ന് യാൻ എടുക്കണം. ബാക്കി യാനെ നമ്മൾ ടൈറ്റ് ചെയ്ത് ഇതുണ്ട് ഇങ്ങനെ ടൈറ്റ് ശേഷം കണ്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നീളത്തിൽ കണ്ടിക്കുക. എപ്പോഴും യാൻ ടൈറ്റ് ചെയ്ത ശേഷം എടുക്കുമ്പോൾ നീളത്തിൽ കണ്ടിക്കുകയുള്ളൂ. കാരണം എന്തെങ്കിലും വേറെ ആവശ്യം വരുവാണെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടി. ഇനി നമ്മൾ ഈ നീഡിലെടുക്കുക, നമ്മുടെ ഈ സാധാരണ നീഡിൽ ഇതിനകത്തോട് റിമൈനിങ് ആയിട്ടുള്ള നീഡിൽ അകത്തോട്ട് കയറ്റി അതിനെ സെക്യൂർ ആക്കുക. ഇനി നമ്മൾ ബോ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് കെട്ടിയൊക്കെ എടുക്കുക, അല്ലെങ്കിൽ തയ്ച്ചെടുക്കുക, എങ്ങനെയെങ്കിലും ബോ സെറ്റപ്പ് ആക്കിയിടുക. അപ്പോൾ 2 സാധനം മാത്രമേ ഞാൻ പഠിച്ചത്, വേറെ 2-3 കൂടെ ഉണ്ടായിരുന്നു. വീഡിയോയിൽ എന്ത് കൂടുതലായതുകൊണ്ടും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതുകൊണ്ടാണ് കാണിച്ചത്. ഇത് നല്ല രസമായിട്ട് ഹാങ്ങിങ് ചെയ്തണം കേട്ടോ. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക, മറക്കല്ല കേട്ടോ. ബൈ ബൈ.